Let's go. Yo, I'm like an addict, do I gotta have it. I ain't even playing, got a really bad habit. If it moves, gotta grab it, fuse like a magnet. Lose, won't have it till I'm doomed in a casket. I ain't playing, got a weird mind. If you work 8 hours, I'ma work 9. If the shit tastes sour, you should taste it. വിശേഷം അപ്പൊ ഞായറാഴ്ച വലിയ പരിപാടിയൊന്നുമില്ല. കാലത്തെ പുട്ട് പപ്പടൊക്കെ ആയിരുന്നു, അത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഒരു വഴിക്ക് പോകാനുണ്ട്. അത് കാരണം കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പൊ കുറച്ച് വൈകിട്ടാക്കി. അപ്പൊ രാവിലത്തെ ഒരു വീഡിയോ നമ്മൾ നിന്നിട്ട് സ്പെഷ്യൽ ഞായറാഴ്ച ലിവർ ഫ്രൈ, പിന്നെ കുറച്ച് നഞ്ചിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ചപ്പോൾ ഇന്നും വെയിലൊക്കെ ഉണ്ട്, അടിപൊളിയാണ്, മഴ ഒന്നുമില്ല. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണാൻ ചാനലുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാം. അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് നെഞ്ചറ്റ് പിടിച്ചിട്ടുണ്ട്. കപ്പ കിട്ടിയ കപ്പിട്ട് വയ്ക്കാം നമുക്ക്. പിന്നെ ലിവർ ഒന്ന് റോസ്റ്റ് ആക്കാം. ഇറച്ചി കൂടിയിട്ട് മേടിച്ചേ. അപ്പൊ നമുക്ക് ഇതിന്റെ പരിപാടി നോക്കിയാലോ. സമയം കളയണ്ട, ഒരു വഴിക്ക് പോകണല്ലേ. നെഞ്ചടി ചെറുതാക്കണല്ലേ, ചെറുതാക്കി നമുക്ക് ചെയ്യാലോ. ഇതാദ്യം ലിവർ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് പുളിക്കെടുക്കാം. അപ്പൊ കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഒരു ആൾക്കാരും ലിവർ പച്ചക്കാണ് മസാല ഉണ്ടാക്കി വെക്കുക ചെയ്യാം. നമുക്ക് ഇത് പുഴുങ്ങി കട്ട് ചെയ്താൽ മതി. അപ്പൊ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടേ നമുക്കിത് വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞപ്പൊടി ഒരു സ്പൂണ് ഉപ്പ് കുറച്ചിട്ടാ മതിട്ടാ, ആവശ്യത്തിന് ഇടാം. നമുക്ക് മുറിക്കില്ലല്ലേ. ഇറച്ചിക്ക് നെയ്യ് വേണം. നെയ്യ് വേണമെങ്കിൽ ഇറച്ചിയുടെ ടേസ്റ്റ് ഇല്ലേ. ചില ആൾക്കാർക്ക് പേടി ഈ കൊളസ്ട്രോൾ വെച്ചാവുന്ന വെച്ചിട്ട്. എപ്പോഴായാലും ചാവും. പണ്ട് കാര്യം ട്രെയിൻ മുമ്പിൽ നിൽക്കണം. ആര് പറഞ്ഞാല ആ മരം വീഴും വെച്ചിട്ട് ഇപ്പൊ തന്നെ കുനിഞ്ഞ് നടക്കണോന്ന്. അതന്നെ അങ്ങനെ കൊറേ ചൊല്ലുണ്ട്. നിന്റെ വാക്കാ പിന്നെ മുറിയണല്ലോ. തിന്നാ മതി പിള്ളേര്, ചവയ്ക്കുന്നല്ലേ പിള്ളേര്. ഞാനേ ഗുരുവായൂർ പോയിട്ട് വരുമ്പോഴേ കപ്പ ഓടിച്ചിട്ട് ചേട്ടൻ പള്ളിയിൽ പോയി. അപ്പൊ ടോവിനോട് ക്യാമറമാൻ തൊമ്മനെ ക്യാമറമാൻ. സ്കൂളിൽ എല്ലാവരും തൊമ്മൻ മാത്രം വിളിക്കാം. സ്കൂളെല്ലാവരും തൊമ്മനെ വിളിക്കല്ലേ. തൊമ്മന്റെ മക്കൾ. നമ്മളപ്പോ നെഞ്ചടിയിലും ഉപ്പ് മഞ്ഞപ്പൊടി ഉപ്പാണ് പേരി. ഉപ്പ് കുറച്ചിട്ടാ മതി, ആവശ്യത്തിന് പിന്നെ നോക്കിട്ട് ഇടാ. ഒറ്റടിക്ക് ഇടണ്ട, പണി വാളും. നെഞ്ചടിയിൽ ഇച്ചിരി വെള്ളം വെക്കാം. നെഞ്ചടി കുറച്ച് വെള്ളം വെക്കാം. അതിൽ ഇച്ചിരി വെള്ളം വെക്കാം. അതായാലും ഞാൻ എടുത്തേക്കാണത് ചെറിയ അടുക്കുന്ന. പിന്നെ നമുക്ക് സവാള സാധനങ്ങളൊക്കെ അരിയാം. നമുക്ക് അധികം ഒന്നിച്ച് സവാള പച്ചമുളകൊക്കെ അരിഞ്ഞു വെക്കാം.
ഇഞ്ചിയൊക്കെ ഇപ്പൊ മറ്റേ തട്ട കിട്ടണപ്പാ. വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചിട്ട്. അപ്പൊ ചെറുള്ളിയോ? ചെറുള്ളി വേണ്ട. ചെറുള്ളി വേണ്ട. ടോണിക്ക് എത്ര പേരുണ്ടോ ചങ്കായിട്ട്? 3 പേര്. 3 പേരാ. കാർത്തി, അമൻ, നിത പോലെ. പിന്നെ അഭിഷേകിനെ, ശുക്രൻ. ശുക്രൻ. നമ്മളെ വീണത്തില്ലേ അവരുടെ വീണത്തിൽ അതാണ് ശുക്രൻ. എന്നാ, പുള്ളി കുറച്ച്. എനിക്ക് കിട്ടുന്നത് എന്നാ കുറച്ച് കുറച്ച്. ടോണിക്ക് കുടിച്ചോളാ. കുറച്ച് കുറച്ച്. പിന്നെ വല്ലത് പിന്നെ പുട്ടുണ്ട്. പുട്ടിന്റെ വേണോ? സാമ്പാറായി. ആ. വേണ്ട. അവൻ കുടിക്കില്ലേ? അപ്പൊ നമ്മുടെ ലിവർ വന്നിട്ടുള്ളത് ചൂടാറിയിട്ട് നമുക്ക് ചൂടാറിയിട്ട് മുറിക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, സവാള കരി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചൂടാറട്ടെ. ഇതെടുത്ത് വെക്കാം അല്ലേ? ഇതൊരു 5-8 വിസിൽ കേട്ടോ. ആ, അത് കൊണ്ട് പഴയതല്ലേ ഇത്? അപ്പൊ നമ്മള് 2 സാധനത്തിലേക്ക് ലിവറിലേക്കും നെഞ്ചലിലേക്കുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. ഇല്ല. ഓ പപ്പടച്ചമ്മന്തി. കൊണ്ട് ചമ്മന്തി. പപ്പടച്ചമ്മന്തി. ആ അത് വെറുതെ പിന്നെ കൊണ്ട് ചട്ടവിന തൊമ്മ. തക്കവെള്ളം കുടിക്കല്ലേ കുറച്ച്? എത്രയിടാ? സ്റ്റൈല് ഇത് മാറ്റി നഞ്ചലിന്റെ കറി ഉണ്ടാക്കാം. തൊഴിണം ആ. എന്റെ പണ്ടൊക്കെ ABCD കാണിച്ചേരട്ടെ. നമ്മുടെ ചട്ടികളായിട്ട് ഹെഡ് മിസ്റ്റർ പറഞ്ഞു. ദുർഗ ടീച്ചർ ഹെഡ് മിസ്റ്റർ പറഞ്ഞു. വെരി ഗുഡ് പറഞ്ഞേ. അല്ലേ? നമ്മുടെ വെളിച്ചെണ്ണ ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ വാട്ടാം. അപ്പോൾ പിന്നെ പേസ്റ്റ് തക്കാളി അതിനധികം വേണ്ട. അത് നെഞ്ചലിലേക്ക് വേണം നമുക്ക്. അത് നമുക്ക് ലിവർ കഴിക്കുമ്പോൾ ലിവർ നമുക്ക് കുറച്ച് കൊടുക്കണം. അയ്യോ എന്താ ചെയ്തറിയോ? ലിവർ ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് നെഞ്ചലി വെച്ചില്ലേ കുറച്ച് നെയ്യുണ്ടാവും. ആ നെയ്യാക്കി വെച്ചിട്ട് മസാല ഇട്ട് വെക്കണം. എന്നിട്ട് നെഞ്ചിലിട്ട ലിവർ റോസ്റ്റ് സൂപ്പർ. അതാണ് നമ്മുടെ ടിപ്പ്. നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് സവാള. പോടാ. ആ മെയിൻ സാധനം വന്നു. മെയിൻ സാധനം വന്നത് ആ? സവാള. എന്താ പുണ്ണേറ്റുള്ളത്? ഓ അത് നമ്മളിപ്പോ അധികം അരിഞ്ഞിട്ട് കണ്ടിരുമ്പോഴേക്കാണ് ലിവറിനും പച്ചമുളക്. അല്ല അല്ല പിന്നെ നെഞ്ചലിക്ക് വേണ്ടി. ആ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാള ഒക്കെ നമുക്ക് വാട്ടട്ടെ. ഇതിന് വളരെ വറുത്ത നമുക്ക് ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും മഞ്ഞളല്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം ഉപ്പിട്ട് കൊടുക്കാം. ലേശം. അത് ഉപ്പിടുന്നില്ല നമ്മുടെ നെഞ്ചലിൽ ആ, പൊടിക്ക് മഞ്ഞൾപ്പൊടി. സവാള നന്നായിട്ട് വഴറ്റി ഇതാക്കണ്ട. ഇത് ഇനി നെഞ്ചടിയും സവാളയും എല്ലാം വീട്ടൊന്ന് ഉണ്ടായിക്കോളും. അതുകൊണ്ട് ചാറൊരു കൊഴുപ്പുണ്ടാവുള്ളൂ. ഇത് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടിക്ക് 2 ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ അത് ഒഴിവാക്കി. ഇനി നമുക്ക് ഗരം മസാലയും കുരുമുളക് പൊടി ഇടാനുണ്ട്. അത് നമുക്ക് പിന്നീട് ഇടാം. ഇത് നന്നായിട്ടൊന്ന് ഇത് മൂക്കട്ടെ. ഇത് പച്ചമുളകൊക്കെ പോട്ടെ. ആ ഇങ്ങനെയാണ് പണ്ട്
പള്ളിയിൽ പോയിട്ട് വരുമ്പോഴേ ഞാൻ പറയാൻ പോയത്. റോഡ് സൈഡൊക്കെ ഇങ്ങനെ ഈ മസാല മണം മുക്ക മണൊക്കെ ഉണ്ട് പള്ളികളിൽ എന്റെ സൈഡിലൊക്കെ വീട്ടുകളിൽ വീട്ടിൽ ഇങ്ങനെ വേഗം എത്തിയാൽ മതി. അപ്പൊ നമ്മളെ മസാല ഒക്കെ റെഡിയായി. തിരൂര് പള്ളി ഇതുണ്ടായിരുന്നില്ലേ പെരുന്നാള് മസാലയൊക്കെ പിടിക്കട്ടെ. 1 സ്പൂൺ കുരുമുളക് ഇടാൻ തരും, 1 സ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഇടാൻ തരും. ഇത് മൂടി വെക്കും, തിളച്ചൊന്ന് മസാലക്ക് ഒന്ന് പിടിക്കട്ടെ. മൂടിച്ച് വെക്കും കുറച്ചേരം. നഞ്ചടിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് വയ്ക്കാം. ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി ലിവർ നോക്കാം. വൈകിട്ട് ഞാൻ വരുമ്പോ കപ്പ കൊണ്ടുവരും. നമുക്ക് നഞ്ചടിയും കപ്പയും കലക്കണം. ഉപ്പ് നോക്ക്, എങ്ങനെ കുഴപ്പമില്ല. അടിപൊളി നഞ്ചടി. നെയ്യൊക്കെ അത്യാവശ്യം ഉണ്ട്. കപ്പയ്ക്ക് പറ്റിയതാണ്. അറ്റാക്ക് പേടി ആൾക്കാർ കഴിക്കരുത്. ക്ഷീണത്തെ മാറിയതേ. അപ്പൊ നമ്മുടെ ലിവറൊക്കെ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് റോസ്റ്റ് ആക്കാം. നമുക്ക് ഞായറാഴ്ച ലിവറാണ് കുറേ നാളെ ലിവർ കഴിക്കും. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതി. ലിവറിന് നെയ്യാത്തരണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ പൊടിക്കൈ നെഞ്ചെടുത്ത നെയ്യ് കുറച്ച് ഇതിനകത്ത് ഒഴിക്കാം. ഒരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി. 1 സ്പൂൺ പെരിഞ്ചീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, ലിവർ കൊണ്ടിരുമ്പോ മോര് കറി വെക്കാന്ന്. എന്താ ഞാൻ പിന്നെ നാളെ വെക്കാം മോര് കറി. അപ്പൊ പണിക്ക് പോകുമ്പോ കൊണ്ടുപോകാലോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ട് ഉപ്പ്, ഇതോടെ മൂടിയിട്ട് സവാളക്കൊന്ന് വേവട്ടെ, ഒട്ടിക്കട്ടെ. ശേഷം വേപ്പര, ഇത് 2 ചെറിയ തക്കാളി, നമ്മൾ 1 കിലോ ലിവറാണ് മേടിച്ചത്. അത് നമുക്ക് വയ്ക്കുന്നത്. ആ ഒരു സവാള കുറച്ച് ഉണ്ട്. ഒരു 4 സവാള ഉണ്ടാവും. ഒരു മീഡിയം സൈസ്. ലിവർ ഇങ്ങനെ ഒന്ന് വാണ്ടിരിക്കണം. മസാല കൂടണം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലിവറിന് തന്നെ പ്രത്യേക ഒരു രുചി എന്ന് പറയാനില്ല. മസാല രുചി മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതൊന്നും വഴറ്റിയിട്ട് നമുക്ക് പച്ചമണം മാറ്റാൻ. നമുക്ക് നെഞ്ചെടുത്ത് കിട്ടിയ നെയ്യ് കുറച്ച് ഒഴിക്കാൻ ചാറും ഇതും കുടിക്കും. മസാല ഉപ്പൊടെ നോക്കിയാൽ എന്താ
അപ്പൊ നമ്മുടെ മസാല ഒക്കെ റെഡി ആയില്ലേ? മസാല റെഡി ആയി. ഞാൻ ലിവർ ഇടാം. അപ്പൊ നമുക്ക് ഇനി ലിവർ ഇട്ടോ. അടിപൊളി. ഇതാണ് മക്കളെ ലിവർ റോസ്റ്റ്. മസാല ഒക്കെ പിടിക്കട്ടെ. ഞാൻ ചെറിയ രീതിയിലൊന്ന് ഇടാം. മസാല അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് നോക്കിയ സൂപ്പർ സാധനം. അപ്പോൾ എല്ലാവരും ലിവർ റോസ്റ്റ് ഉണ്ടാക്കും, പക്ഷെ ഇതുപോലെ ഉണ്ടാക്കുമോ? നെഞ്ചടിയുടെ ഗ്രേവി ഒഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് മൂടിയിടാം. കിടക്കട്ടെ, ചെറിയ തീയിൽ കുറച്ച് നേരം കിടക്കട്ടെ, ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടല്ലേ ഓർമ്മ. അപ്പോൾ നമ്മൾ അടപ്പത്ത് നിന്ന് തന്നെ എടുത്ത് വാരി എടുത്തിട്ടൊന്ന് സെറ്റായപ്പോൾ അപ്പോൾ കഴിക്കട്ടെ. വിശപ്പ് കൂടിയതാണപ്പോൾ. അപ്പോൾ നമ്മുടെ നെഞ്ചേട്ടൻ്റെ ചാറുണ്ട്. കപ്പയ്ക്ക് വെച്ച നെഞ്ചടിയാ. ഇന്ന് വൈകിട്ട് ഞാൻ വരുമ്പോൾ കപ്പ എടുത്തില്ല. ലിവർ എങ്ങനെ നോക്കിയേ? വന്ന് അന്നോടിക്ക് ബജ്ജി പരിപ്പാളം പഠിച്ചു. ഇത് അവിടുന്ന് മേടിച്ചു വന്നപ്പോൾ നമ്മളിവിടുത്തെ കടയിൽ കൊണ്ടിരിക്കുന്നു. ഞാൻ അവിടുന്ന് പോയി കൊണ്ടുണ്ടായിരുന്നു. നല്ല കൊണ്ടിരുന്നുണ്ട്. ചമ്മന്തിയൊക്കെ ഉണ്ട്. 8 രൂപ കടി. പരിപ്പട ആദ്യം ഞാൻ തിന്നണ്ട. അപ്പൊ നമുക്ക് ചായക്ക് കടി ബജി പരിപ്പണ ചമ്മന്തി. ടോമിനോ ഷാറ കളിക്കാൻ പോയാ? നല്ല തണുത്ത അന്തരീക്ഷം, നല്ല ആയുവ് ഇറക്കണ കപ്പയും ലിവർ ഫ്രൈ അല്ല റോസ്റ്റ്. അടിപൊളി. സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. സൂപ്പർ.